എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ട്രൂ ഇവന്റിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന PYQ സെഷൻ ആണ് കേട്ടോ. നമ്മുടെ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് കൊടുത്തിട്ടുണ്ട്. 101/22 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കണ്ട. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും ഞാൻ ആൻസർ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ അതിന്റെ ആൻസേഴ്സ് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, എല്ലാം നിങ്ങളുടെ മൈൻഡിലോട്ട് വരട്ടെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് വൺ, റിസപ്ഷനിസ്റ്റ്, the interviews resume on Monday. Please bring a copy of your resume today itself. Identify the parts of speech of the underlined words respectively. അതായത് ഇവിടെ നമുക്ക് രണ്ട് റെസ്യൂം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവർ ചോദിച്ചേക്കാണ് ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ആദ്യത്തെ റെസ്യൂം നൗൺ ആണോ അഡ്ജക്റ്റീവ് ആണോ ഏതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. രണ്ടാമത്തെ റെസ്യൂം ഇതേപോലെ തന്നെ നമ്മൾ കണ്ടുപിടിക്കണം. വേഗം പറഞ്ഞോളൂ, എന്താണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. എല്ലാവരും നല്ല ആക്റ്റീവായിട്ടൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എന്തായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. നമ്മുടെ ആൻസർ ആദ്യത്തെ നോക്കി, ദ ഇന്റർവ്യൂസ് റെസ്യൂം ഓൺ മൺഡേ. റെസ്യൂം ചെയ്യാന്ന് പറഞ്ഞാൽ റീസ്റ്റാർട്ട് ചെയ്യുക അല്ലെ. വീണ്ടും മൺഡേ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ കേസിൽ റെസ്യൂം എന്ന് പറയുന്നത് വെർബാണ്. ഓക്കെ, രണ്ടാമത്തെ കേസ് നോക്കിയേ, പ്ലീസ് ബ്രിങ് എ കോപ്പി ഓഫ് യുവർ റെസ്യൂം. നമ്മുടെ റെസ്യൂം അല്ലെങ്കിൽ നമ്മുടെ ബയോഡാറ്റയുടെ ഒക്കെ ഒരു കോപ്പി കൊണ്ടുവരാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ രണ്ടാമത്തെ റെസ്യൂം എന്ന് പറയുന്നത് അവിടെ നൗൺ ആണ്. അപ്പൊ ആദ്യത്തെ റെസ്യൂം എന്ന് പറയുന്നത് വെർബും രണ്ടാമത്തെ റെസ്യൂം എന്ന് പറയുന്നത് നൗണും ആണ്. അപ്പൊ അങ്ങനെ ഒരു കോമ്പിനേഷൻ നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടോ? വെർബും നൗണും എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ടോ? ഇല്ല അല്ലെ. സോ നമ്മുടെ ആൻസർ എന്താ? നൺ ഓഫ് ദീസ് ആണ്. ഓക്കെ, അപ്പൊ നൺ ഓഫ് ദീസ് നമ്മുടെ PSC ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കണോ. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഒന്നിലെ അത് വെർബാണ്, രണ്ടാമത്തെ കേസിൽ അത് നൗൺ ആണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് വൺ, ദ സ്റ്റുഡൻസ് ഓഫ് അവർ സ്കൂൾ ഡാഷ് ഗിവൺ എ ചാലഞ്ചിങ് ടാസ്ക് യെസ്റ്റർഡേ. അപ്പൊ ഇന്നലത്തെ കാര്യമാണോ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പൊ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, പറഞ്ഞോളൂ. അപ്പൊ ഏതാ വരിക, വാസാണോ വേറാണോ വരിക? യെസ്റ്റർഡേ എന്ന് കണ്ടപ്പോൾ തന്നെ പലരുടെയും മൈൻഡിൽ വാസ് അല്ലെങ്കിൽ വേർ എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ ആരെയാ നോക്കണ്ടേ? സ്കൂളിനെ നോക്കണോ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ നോക്കണോ? ആരെയാ നോക്കണ്ടേ? ആരെ ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരിക? സ്റ്റുഡൻസ് ആണ് അല്ലെ. എങ്ങനെ മനസ്സിലായി? സ്റ്റുഡൻസ് ഓഫ് അവർ സ്കൂൾ, ഞങ്ങളുടെ സ്കൂളിലെ സ്റ്റുഡൻസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? വേർ യൂസ് ചെയ്യണം അല്ലെ. അപ്പൊ വേർ ഗിവൺ എ ചാലഞ്ചിങ് ടാസ്ക് എന്ന് വേണം നമ്മൾ പറയാനായിട്ട് കേട്ടോ. കിട്ടിയെന്ന് വിചാരിക്കണോ? ഓക്കെ, അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ. ഓഫ് എന്ന് പറയുന്നത് പ്രപ്പോസിഷൻ ആണ്. ഈ ഓഫിന്റെ മുമ്പിലുള്ള ആളെ നോക്കിയിട്ട് വേണം നമ്മൾ ഇവിടുത്തെ ഡാഷ് ഫിൽ ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഓഫിന് മുമ്പിലുള്ളത് ആരാ? സ്റ്റുഡൻസ് ആണ് അല്ലെ. അപ്പൊ ആ സ്റ്റുഡൻസിന് മുമ്പിലുള്ള ഓഫിന് മുമ്പിലുള്ള ആളെ നോക്കിയിട്ട് സ്റ്റുഡൻസിനെ നോക്കിയിട്ട് വേണം നമ്മൾ ഇവിടുത്തെ ഡാഷ് ഫില്ല് ചെയ്യാൻ. വേറാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐ ഹാവ് ഡാഷ് ടെറിബിൾ ഹെഡ് ഏക്ക് നൗ ആസ് ഐ കുഡ് നോട്ട് സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റ് ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഏത് ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യുക? നമ്മുടെ ഹെഡ് ഏക്കിന്റെ ഒക്കെ മുമ്പിൽ നമ്മൾ ഏത് ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യുക? എ എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ വേണം യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. ഐ ഹാവ് എ ടെറിബിൾ ഹെഡ് ഏക്ക് നൗ ആസ് ഐ കുഡ് നോട്ട് സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റ് എനിക്ക് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എനിക്ക് കാര്യമായിട്ടുള്ള ഒരു തലവേദന ഉണ്ട് അല്ലേ. യെസ്, അപ്പോൾ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇക്വാനിമിറ്റി ഈസ് വൺ ഓഫ് ദി ക്വാളിറ്റീസ് ഡിസൈറബിൾ ഫോർ എ സക്സസ്ഫുൾ ലൈഫ്. ഇവിടെ ഇക്വാനിമിറ്റിയുടെ മീനിങ് വരുന്ന വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ പോരട്ടെ. എന്തായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക? ഇക്വാനിമിറ്റി. യെസ്, ഇക്വാനിമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാംനെസ് ആണ് അല്ലെ. കാംനെസ് ആണ് ഇക്വാനിമിറ്റി എന്ന് പറഞ്ഞാൽ കാംനെസ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. നെക്സ്റ്റ് വൺ, ജോൺ വാസ് എക്സ്കൾപേറ്റഡ് ആഫ്റ്റർ എ തറോ ഇൻവെസ്റ്റിഗേഷൻ. ഇവിടെ എക്സ്കൾപേറ്റഡിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആന്റണിം ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ് എക്സ്കൾപേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ? എന്താ? കുറ്റവിമുക്തനാക്കുക എന്നുള്ളൊരു മീനിങ് ആണ് അല്ലെ. അതേ മീനിങ് തന്നെയാണ് എക്വിറ്റഡും എക്സോണറേറ്റഡും വിൻഡിക്കേറ്റഡും ഒക്കെ വരുന്നത്. അപ്പൊ ഇതിന്റെ ആന്റണിം ചോദിക്കുകയാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. വീണ്ടും നമ്മുടെ ആൻസർ എന്താണ്? നൺ ഓഫ് ദീസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഓക്കെ, കൂടെ തന്നെ പഠിച്ചു പോവാ. അറിയാത്ത ഏതെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ അതൊന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് വൺ, സെവറൽ ഓൾഡ് ബിൽഡിംഗ്സ് വർ പുൾ ഡാഷ് ടു കൺസ്ട്രക്ട് ന്യൂ വൺസ് ബിഫോർ ദി ഒളിമ്പിക്സ്. എന്താ നമ്മൾ പറയാ? പുൾ ഡൗൺ അല്ലെ. പുൾ ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഡെമോളിഷ് ചെയ്യുക, ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. പുൾ ഡൗൺ എന്ന് പറഞ്ഞാൽ തകർക്കുക, നശിപ്പിക്കുക. ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ടൈഗർ, ടൈഗ്രസ്, ഡ്രേക്ക്, ഡക്ക്, രാം ഏതാണ് വരിക? ഇത് PSC PYQ ആണ് അല്ലെ. അപ്പൊ ഏതാണ് വരിക?
യു എന്നാണ് വരിക. ഓക്കെ, യുവിന്റെ ഇത് ഈവ് എന്നല്ല പ്രൊനൗൺസ് ചെയ്യുക, എങ്ങനെയാ പറയാ, യു എന്നാണ് പറയാ കേട്ടോ, EWE. ഓക്കെ, അപ്പൊ അത് അറിഞ്ഞു വെച്ചേക്കണം, രാം യു ആണ് വരിക. ഇനി വേണമെങ്കിൽ -EWE, ഇതിനെ നമ്മൾ എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യുക, യു എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക അല്ലെ. അപ്പൊ ഇവിടെ എ ആണോ ആൻ ആണോ യൂസ് ചെയ്യുക, നമ്മൾ എ വേണം പറയാനായിട്ട്, അല്ലാണ്ട് ഇ കണ്ടിട്ട് ആന് പറഞ്ഞേക്കരുത്. ഓക്കെ, പ്രൊനൗൺസിയേഷൻ നോക്കിയിട്ടാണ് നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യുക അല്ലെ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. സെലക്ട് ദി റോങ്ലി സ്പെൽഡ് വേർഡ്സ് ഫ്രം ദി ഫോളോയിങ്. ഇക്വിലിബ്രിയം കൊടുത്തിട്ടുണ്ട്, സാക്രിലീജിയസും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള വാക്ക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വേഗം ആൻസർ പറഞ്ഞോളൂ. ഇക്വിലിബ്രിയത്തിന്റെ സ്പെല്ലിംഗ് നോക്കുക, EQUILIBRIUM. ശരിയാണ് അല്ലെ, അവിടെ മിസ്റ്റേക്ക് ഒന്നുമില്ല. സാക്രിലീജിയസ് എന്ന് പറഞ്ഞാൽ എന്താ, എഗെയിൻസ്റ്റ് സേക്രഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, സേക്രഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എതിരെയായിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയാ, സാക്രിലീജിയസ് എന്ന് പറയാ. ഓക്കെ, അപ്പോൾ ഇതിന്റെ സ്പെല്ലിംഗിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ്, നൈദർ. രണ്ടിലും തെറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, കിട്ടിയോ എല്ലാവർക്കും? ഇതിന്റെ സ്പെല്ലിംഗ് ഒക്കെ നല്ലപോലെ ഒന്ന് എഴുതി പഠിച്ചേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഹീസ് എ മാൻ ഹൂസ് ടു റെഡി ടു ബിലീവ് തിങ്സ്. ഓക്കെ, എന്ത് പറഞ്ഞാലും പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളെ നമ്മൾ എന്താ പറയാ, പറയാവോ? ക്രെഡിബിൾ ആണോ? ക്രെഡിബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ക്രെഡിബിൾ എന്ന് പറഞ്ഞാൽ എന്താ, വിശ്വസനീയമായിട്ടുള്ളത് അല്ലെ. ഇതിപ്പോ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരാളെ നമ്മൾ എന്താ പറയാ, ക്രെഡുലസ് എന്ന് പറയും. എന്താ പറയാ, ക്രെഡുലസ്, ക്രെഡുലസ്. ഓക്കെ, എന്ത് പറഞ്ഞാലും പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾ കേട്ടോ. അപ്പൊ അത് നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. വീണ്ടും നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് നൺ ഓഫ് ദീസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എനിക്ക് തോന്നുന്നു ഒരു 3 ചോദ്യങ്ങളോളം നൺ ഓഫ് ദീസ് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് വൺ, ഹാഡ് ഹി ബീൻ ഇനോക്കുലേറ്റഡ്, ഇഫക്ട് ഓഫ് ദി ഡിസീസ് ഡാഷ് മൈൽഡർ ഓൺ ഹിം. എന്തായിരിക്കും വരിക? വേഗം ആൻസർ പറഞ്ഞോളൂ. നമ്മുടെ ഇഫ് കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ് അല്ലെ. ഇഫിന് പകരം ഹാഡും ബീനും വന്നിട്ടുണ്ട്, ഹാഡ് പ്ലസ് V3 ഫോം വന്നിട്ടുണ്ട്. അപ്പൊ അപ്പുറത്തെ സൈഡിൽ എന്ത് വരും? വേഗം പറഞ്ഞോളൂ. ഇവിടെ ഹാഡ് V3 ഉണ്ടെങ്കിൽ അവിടെ ഹാവ് V3 ഉണ്ടാവും, അതിന്റെ ഫ്രണ്ടിൽ ഒരു വുഡും കൂടി ഉണ്ടാവും അല്ലെ. സോ എല്ലാവർക്കും കിട്ടിയെന്ന് തന്നെ വിചാരിക്കണു. നമ്മുടെ ആൻസർ വുഡ് ഹാവ് ബീൻ ആണ് ആൻസർ ആയിട്ട് വരിക. ഹാഡ് ഹി ബീൻ ഇനോക്കുലേറ്റഡ്, ഇഫക്ട് ഓഫ് ദി ഡിസീസ് വുഡ് ഹാവ് ബീൻ മൈൽഡർ ഓൺ ഹിം ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അവർ സ്റ്റുഡൻസ് ഹാവ് ജസ്റ്റ് ഹാഡ് ദിയർ ഡിന്നർ, ഐഡന്റിഫൈ ദി റോങ് പാർട്ട്. ഓക്കെ, ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള പോർഷൻ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അവർ സ്റ്റുഡൻസ്, സ്റ്റുഡൻസ് എന്ന് കാണുമ്പോൾ നമുക്കറിയാം പ്ലൂറൽ ആണ് അല്ലെ, സ്റ്റുഡൻസ് ആണ്, പ്ലൂറൽ ആണ്. അപ്പൊ പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ അവിടെ എന്താ യൂസ് ചെയ്യുക, ഹാവ് തന്നെയാണ് യൂസ് ചെയ്യുക. ഓക്കെ, കുഴപ്പമില്ല. ഇനി ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ കൂടെയാണ് സാധാരണ ജസ്റ്റ് യൂസ് ചെയ്യുക അല്ലെ. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോർമാറ്റ് എന്താ, ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്. ഇതല്ലേ നമ്മുടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോർമാറ്റ്. അപ്പൊ ഇവിടെ ഹാവ് ഉണ്ട്, ഇനി ഇവിടെ ഒരു ഹാഡ് ഉണ്ട് അല്ലെ. ഈ ഹാഡ് എന്താ, V3 ഫോം ഓഫ് ദി വെർബാണ്. അതായത് നമ്മുടെ ഹാസിന്റെയും ഹാവിന്റെയും ഒക്കെ പാസ്റ്റ് ടെൻസ് ആയിട്ട് പറയുന്ന ഒരാളാണ് ഹാഡ്. ഹാഡ് എന്ന് പറയുന്നത് V3 ആണ്. അപ്പൊ ശരിയല്ലേ, ഹാവും ഉണ്ട്, V3 ഫോം ഓഫ് ദി വെർബും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സെന്റൻസ് കറക്റ്റ് ആണ് അല്ലെ, ദിസ് ഇസ് എ കറക്റ്റ് സെന്റൻസ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നമുക്ക് നോക്കിയാലോ. ഹി സ്കേർസ്ലി അഡ്മിറ്റഡ് ഹിസ് മിസ്റ്റേക്സ്. ഓക്കെ, എന്തായിരിക്കും ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക? എല്ലാവരും ഒന്ന് പറയാ, എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ആഡ് എ സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ അഡ്മിറ്റഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, V3 ഫോം ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ V3 ആണെങ്കിൽ പിന്നെ ഇവിടെ ഈ സ്കേർസ്ലി കാണുമ്പോൾ നമുക്കറിയാം അത് നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിന്റെ പോർഷനിൽ എന്ത് വരണം? എന്താ വരണ്ടേ? പോസിറ്റീവ് ആയിരിക്കണം നമുക്കറിയാം അല്ലെ. നമ്മുടെ കഷ്ടകാലത്തിന് ഇതേ ഓപ്ഷനിലെല്ലാം പോസിറ്റീവ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ എസ് കാണുമ്പോൾ എപ്പോഴും എസ് എന്നുള്ളൊരു മീനിങ് ആണോ ഈ എസിന് വരിക? അല്ല. അങ്ങനെ എസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇസ് ആവാം, വാസ് ആവാം, ഹാസ് ആവാം, ആര് വേണമെങ്കിലും വരാം. അപ്പൊ നമ്മൾ എങ്ങനെയാ കൺക്ലൂഡ് ചെയ്യുക, എങ്ങനെ നമ്മൾ ആൻസറിലേക്ക് എത്തുക? അതെ, ഇവിടെ V3 ഫോം ഓഫ് ദി വെർബ് ഉണ്ട് അല്ലെ, അഡ്മിറ്റഡ്. അങ്ങനെ V3 ഫോം ഓഫ് ദി വെർബ് ഉണ്ടെങ്കിൽ അതിന് മുമ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാസോ ഹാവോ ഹാഡ് ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുള്ളല്ലേ, ഹാസ് ഹാവ് ഹാഡിന് ശേഷം ഓൾവേസ് വി ഹാവ് ടു യൂസ് V3 ഫോം ഓഫ് ദി വെർബ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഹാസോ ഹാവോ ഹാഡ് ആണ്, നമ്മുടെ ഓപ്ഷനിൽ ഹാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഹാസ് ഹി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരും നല്ലപോലെ മനസ്സിലാക്കുക കേട്ടോ. എസ് കാണുമ്പോൾ എപ്പോഴും ചാടിക്കയറി ഇസ് എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത്. നോക്കുക എന്താണോ ഇവിടെ ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ V3 ആണോ കൊടുത്തിട്ടുള്ളതെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജോൺ ഡാഷ് ഡൗൺ ഓൺ ദി ബെഡ് ഫോർ എ ഷോർട്ട് ടൈം ആഫ്റ്റർ ലഞ്ച്. ഓക്കെ, അപ്പൊ ഇവിടെ ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ഫോം യൂസ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്തായിരിക്കും നമ്മൾ പറയാ?
ഓക്കെ, നമ്മുടെ ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ ബി ആണ്, ലേ ആണ്. അപ്പൊ ലഞ്ചിന് ശേഷം, ആഫ്റ്റർ ലഞ്ചിന് ശേഷം അവൻ കുറച്ചു നേരം ബെഡിൽ കിടന്നുറങ്ങി എന്നാണോ ഉദ്ദേശിച്ചുള്ളത് അല്ലെ, ബെഡിൽ കിടന്നു എന്നാണോ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 3 ആൾക്കാരെ ഒന്ന് പരിചയപ്പെടാം. ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു പോവാ കേട്ടോ. പലരും തെറ്റിക്കുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ലൈ, ലൈഡ്, ലൈഡ്. ഈ ലൈ എന്ന് പറഞ്ഞാൽ നുണ പറയുക അല്ലെങ്കിൽ കള്ളം പറയാൻ നമ്മൾ പറയില്ലേ, ലൈ. അതാണ് നമ്മുടെ ഫസ്റ്റ് ലൈ. അതിന്റെ V2 ഫോം ആണ് ലൈഡ്, അതിന്റെ V3 ഫോം ആണ് ലൈഡ്. ഇനി അടുത്ത ലൈ നോക്കിയേ. ഈ ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കുക എന്നുള്ള രീതിയിലാണ്. കിടക്കുക അല്ലെങ്കിൽ കിടന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് നമ്മുടെ ലൈ. അതിന്റെ V2 ഫോം എന്താ, ലേ ആണ് അല്ലെ. ഓക്കെ, V3 എന്താ, ലെയിൻ ആണ്. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഇവിടെ നോക്കിയേ ലേ ആണ് വന്നിട്ടുള്ളത് അല്ലെ. ലഞ്ചിന് ശേഷം അവൻ കുറച്ചു നേരം കിടന്നു, ബെഡിൽ കിടന്നു. അപ്പൊ കിടക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് പറയണം, ലേ വേണം നമ്മുടെ ആൻസർ ആയിട്ട് പറയാനായിട്ട്. ഇനി മൂന്നാമത്തെ ആളെയും കൂടെ നമുക്ക് പരിചയപ്പെടാം. നോക്കിയേ, ലേ, ലേയുടെ പാസ്റ്റ് ടെൻസ് ലേഡ്, ലേഡ്. ഈ ലേ എന്ന് പറഞ്ഞാൽ, മൂന്നാമത്തെ ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക, വെക്കുക, കിടത്തുക എന്നൊക്കെയാണ്. ഇപ്പൊ കുട്ടീനെ കൊണ്ടുപോയി കിടത്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ലേ എന്ന് വേണം പറയാനായിട്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ മുട്ട ഇടുക എന്നുള്ള രീതിയിൽ പറയുമ്പോൾ, ഇടുക എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ ലേ വേണം പറയാനായിട്ട്. അപ്പൊ ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒന്നാണ്, എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഓക്കെ, അപ്പൊ കിട്ടിയല്ലോ. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ. Helen is the salt of the earth means Helen is very dash. Salt of the earth എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ആൻസർ? പോരട്ടെ, കമന്റ്സ് പോരട്ടെ, എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് കമന്റ് ചെയ്ത്. എന്താണ് സോൾട്ട് ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞാൽ? ഇറ്റ് മീൻസ് വെരി ഓണസ്റ്റ്. ഹോണസ്റ്റ് അല്ല കേട്ടോ, എച്ച് സൈലന്റ് ആണ്. ഓണസ്റ്റ്, ഓണസ്റ്റ് എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കാം. നെക്സ്റ്റ് വൺ. ചൂസ് അനദർ അഡ്ജക്റ്റീവ് ഡിറൈവ്ഡ് ഫ്രം പ്യോർ. പ്യോറിന്റെ അഡ്ജക്റ്റീവ് ഫോം ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ് പ്യോറിന്റെ അഡ്ജക്റ്റീവ് ഫോം? അത് ഇംപ്യോർ ആണ് അല്ലെ. ഇംപ്യോർ, ഇംപ്യോർ. ഓക്കെ, ഓക്കെ, ഇംപ്യോർ സൊല്യൂഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗണിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയാ, അഡ്ജക്റ്റീവ് എന്ന് പറയാം അല്ലെ. വെർബിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒന്നിനെ നമ്മൾ എന്ത് പറയും? വേഗം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തോളൂ. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ചോദ്യം നോക്കാം. ജോൺ ബിക്കേം ദ ഡി ഫാക്ടോ റൂളർ ഓഫ് ഇംഗ്ലണ്ട്. ഇവിടെ ഡി ഫാക്ടോ എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ഇറ്റ്? വേഗം പറ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. വേഗം പറഞ്ഞോളൂ. ഡി ഫാക്ടോ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ അല്ലെ. ആക്ച്വൽ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ എ ആണ്, ആക്ച്വൽ. ഇനി ദിസ് മെഡിസിൻ വാസ് പ്രോസ്ക്രൈബ്ഡ് 2 years ago. ഇവിടെ പ്രോസ്ക്രൈബ്ഡിന്റെ മീനിങ് വരുന്ന വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രോസ്ക്രൈബ് ചെയ്യുക, പ്രിസ്ക്രൈബ് അല്ല കേട്ടോ, പ്രോസ്ക്രൈബ് ആണ്. വേഗം പറഞ്ഞോളൂ. എന്താണ്? ഫോർബിഡൻ അല്ലെ. ഫോർബിഡൻ ആണ് പ്രോസ്ക്രൈബ്ഡിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ദിസ് മെഡിസിൻ വാസ് പ്രോസ്ക്രൈബ്ഡ് 2 years ago. ഫോർബിഡൻ, ഫോർബിഡൻ ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ചോദ്യം നോക്കാം. പ്ലീസ് ഇൻസിസ്റ്റ് ഡാഷ് ദി ബിൽ വെൻ യു മേക്ക് പർച്ചേസസ് ഇൻ ദി സൂപ്പർ മാർക്കറ്റ്. ഇൻസിസ്റ്റിന്റെ കൂടെ നമ്മൾ ഏത് പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുക? വേഗം പറ. ഇൻസിസ്റ്റ്. ഓക്കെ, ഇൻസിസ്റ്റ് ഓൺ എന്ന് വേണം പറയാനായിട്ട്. ഇൻസിസ്റ്റ് ഓൺ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ആ ഒരു പ്രപ്പോസിഷൻ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ നൺ ഓഫ് ദീസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. പ്ലീസ് ഇൻസിസ്റ്റ് ഓൺ ദി ബിൽ വെൻ യു മേക്ക് പർച്ചേസസ് ഇൻ ദി സൂപ്പർ മാർക്കറ്റ്. ഇനി 89th വൺ. ഓൾ സ്കൂൾസ് ഡാഷ് ബ്രാക്കറ്റിൽ ഡിസിൻഫെക്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ടുഡേ ഇൻ പ്രിപ്പറേഷൻ ഫോർ ടുമാറോസ് റീ ഓപ്പണിംഗ്. അപ്പൊ ഇവിടെ ഡിസിൻഫെക്റ്റിന്റെ ഏറ്റവും കറക്റ്റ് ഫോം ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എല്ലാവരും ആൻസർ ചെയ്തേ. എന്തായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക? കമന്റ്സ് പോരട്ടെ. യെസ്, അപ്പൊ ഓൾ സ്കൂൾസ് ഇനി ആർ ബീയിങ് ഡിസിൻഫെക്റ്റഡ് ആണ് അല്ലെ. ഓൾ സ്കൂൾസ് ആർ ബീയിങ് ഡിസിൻഫെക്റ്റഡ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മളിവിടെ ആർ ബീയിങ് ഡിസിൻഫെക്റ്റഡ് പറയാനുള്ള റീസൺ? ഇവിടെ ആർ ഡിസിൻഫെക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് ആക്റ്റീവ് വോയിസിൽ നമ്മൾ പറയുന്നതാണ് അല്ലെ. ആർ ഡിസിൻഫെക്റ്റിംഗ്. ഇപ്പൊ ഞാൻ പറയാണ് ഷീ ഈസ് ഡിസിൻഫെക്റ്റിംഗ്, അവള് ഡിസിൻഫെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ സ്കൂൾസ് ആർ ഡിസിൻഫെക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളാണോ പോയിട്ട് ഡിസിൻഫെക്ട് ചെയ്യുന്നത്? ആണോ? സ്കൂളാണോ അത് ചെയ്യുന്നത്? അല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആക്റ്റീവ് വോയിസിൽ പറയാൻ പറ്റുമോ? ഇല്ല. ഇനി ഓപ്ഷൻ സി നോക്കി, അതും ഈ പറഞ്ഞ പോലെ തന്നെ ആക്റ്റീവ് വോയിസ് ആണ് അല്ലെ. ഓൾ സ്കൂൾസ് ഡിസിൻഫെക്റ്റഡ്. സ്കൂളാണോ ഡിസിൻഫെക്ട് ചെയ്ത് കഴിഞ്ഞത്? അല്ല, സ്കൂളിനെയാണ് അല്ലെ, സ്കൂളിനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ പാസീവ് എന്നുള്ള രീതിയിൽ പറയണം. പാസീവ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ പറയേണ്ടത്? ഇവിടെ ആർ ബീയിങ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്. അപ്പൊ ആർക്കെങ്കിലും ഈ ഒരു കൺസെപ്റ്റ് കിട്ടുന്നില്ലെങ്കിൽ ആക്റ്റീവ് പാസീവ് നല്ല വൃത്തിയായിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ഒരു ചോദ്യമാണത്. ഓക്കെ, അപ്പൊ സ്കൂളല്ല ചെയ്യുന്നത്, സ്കൂളിനെയാണ് ചെയ്യപ്പെടുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ പറയണം? പാസീവില് പറയണം. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡയറക്റ്റ് സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹെലൻ
വിൽ യു അറൈവ് ഹിയർ ടുമാറോ? ഓക്കെ, ഈ അടുത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഡയറക്റ്റിനെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസിലെ ക്വസ്റ്റ്യൻ ആണ് മെയിൻ ആയിട്ട് PSC ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഡയറക്റ്റ് സ്പീച്ചിലെ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ ഇൻഡയറക്ട് സ്പീച്ചിലാക്കുമ്പോൾ അത് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആയിരിക്കുമോ? എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ബുക്ക് വായിച്ചോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു. നിങ്ങൾ അത് പോയിട്ട് വേറൊരാളോട് പോയി പറയുമ്പോൾ എങ്ങനെയായിരിക്കും പറയാ? മിസ് ചോദിച്ചു ബുക്ക് വായിച്ചോന്ന്, അങ്ങനെയല്ലേ പറയാ? അല്ലാതെ ക്വസ്റ്റ്യൻ രീതിയിലായിരിക്കുമോ നിങ്ങൾ വേറൊരാളോട് പോയി പറയുമ്പോൾ പറയാ? അല്ല അല്ലെ? അപ്പൊ ഇൻഡയറക്ട് സ്പീച്ചിലാക്കുമ്പോൾ ഓൾവേസ് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കണം? അത് സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റ് ആയിരിക്കണം. എങ്ങനെയായിരിക്കണം? സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റ് ആയിരിക്കണം. സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം ആര് വരണം? ആദ്യം സബ്ജക്റ്റ് വരണം, അതിനുശേഷം വേണം ഓക്സിലറി വെർബ് വരാനായിട്ട്. ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു നോക്കൂ. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ മൈ നെയിം ഇസ് ശ്രുതി അല്ലെ? അപ്പൊ മൈ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ്, അതിനുശേഷമാണ് എസ് വന്നിട്ടുള്ളത്. അതായത് സബ്ജക്റ്റിന് ശേഷമാണ് ഓക്സിലറി വെർബ് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ഒന്നിനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഫോം അല്ലെ? അതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ആദ്യം സബ്ജക്റ്റ്, അതിനുശേഷമാണ് ഓക്സിലറി വെർബ് വന്നിട്ടുള്ളത്. സോ നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്. എന്താണ് വരിക? ഇവിടെ ഷീ വുഡ് അറൈവ് എന്നുള്ള രീതിയിൽ വേണം വരാനായിട്ട് അല്ലെ? വെൻ ഷീ വുഡ് അറൈവ് എന്ന് വേണം ആൻസർ ആയിട്ട് വരാൻ. ദി നെക്സ്റ്റ് ഡേ. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ 20 ക്വസ്റ്റ്യൻസ്. എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവർക്കും നല്ല രീതിയിലൊക്കെ ചെയ്യാൻ പറ്റിയോ? എവിടെയെങ്കിലും നിങ്ങളുടെ മാർക്ക് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് ഒന്നും കൂടെ ഒന്ന് എടുത്ത് നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് വരാം കേട്ടോ. ഓക്കെ, എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ കമന്റ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.